നമസ്കാരം. ദ ഡീപ്പ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊന്ന് ആഴത്തിൽ നോക്കാൻ പോകുന്നത് കാസ്റ്റിംഗ് കെയർസ്, ഹ്യൂമിലിറ്റി, ഫെയ്ത്ത് ആൻഡ് സാൽവേഷൻ എന്ന ഒരു രേഖയെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ടെൻഷനില്ലേ, ഭാരങ്ങൾ, അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിനെ പറ്റിയാണിത്. തുടങ്ങുന്നത് തന്നെ പത്രോസ് വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്ന ആ ഒരു സംഭവം വെച്ചാണ്. ഭയങ്കര നാടകീയമാണ്. വലിയ തിരമാലയൊക്കെ കണ്ട് പേടിച്ച് മുങ്ങിപ്പോകാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷം, ആ ഭയം. അതെ, ആ ഭയത്തിന്റെ നിമിഷം തന്നെയാണ് ഇതിന്റെ എല്ലാം ഒരു തുടക്കം. കാരണം പത്രോസ് കർത്താവെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചപ്പോ യേശു എന്തിനാ പേടിച്ചത് എന്നൊന്നും ചോദിച്ച് സമയം കളഞ്ഞില്ല. ഇല്ല, ഉടനെ കൈപിടിച്ച് പൊക്കി. അതായത് നമ്മൾ ശരിക്കും സഹായത്തിനു വേണ്ടി നിലവിളിക്കുമ്പോൾ ഒരു കൈ സഹായത്തിനുണ്ടാകുമെന്ന ആശയത്തിലാണ് ഈ രേഖ മുഴുവൻ നിൽക്കുന്നത്. ശരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ വിശ്വാസം, താഴ്മ, രക്ഷ, ഈ ആശയങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഈ ഉത്കണ്ഠകളെ എങ്ങനെ മറികടക്കാമെന്നാണ് ഈ രേഖ പറയുന്നത്. വെറുതെ പ്രാർത്ഥിച്ചാൽ മതിയോ? അതോ നമ്മുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ചെയ്യണോ? അതെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. പത്രോസിൻ്റെ ആ പേടി, ആ മുങ്ങിപ്പോകുമെന്ന തോന്നല്, ഒരുപക്ഷെ അതാണല്ലേ കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് എന്ന് പറയുമ്പോൾ ആ കള്ളൻ നമ്മളിൽ നിന്ന് മോഷ്ടിക്കുന്നത് നമ്മുടെ സമാധാനം. കൃത്യമായി ആ സമാധാനം മോഷ്ടിച്ച് നമ്മുടെ ഭയത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളിയിടുക. ഈ നശീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഈ രേഖ പറയുന്നുണ്ട്. അതിന്റെ എല്ലാം തുടക്കം ഒരു വിശ്വാസക്കുറവിൽ നിന്നാണ് എന്നാണ്. വിശ്വാസക്കുറവോ? അതെ, വിശ്വാസത്തോടെ അല്ലാത്തതെന്തും പാപമാണ് എന്നൊരു വാക്യമുണ്ട്. ഇവിടെ പാപം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കരുതുന്ന തെറ്റുകൾ മാത്രമല്ല, ദൈവവുമായുള്ള നമ്മുടെ ആ കണക്ഷൻ ഇല്ലേ, അത് നഷ്ടപ്പെടുന്ന ഏത് അവസ്ഥയുമാണ്. ഈ പാപങ്ങളാണ് നമുക്കും ദൈവത്തിനുമിടയിൽ ഒരു മതില് പോലെ നിൽക്കുന്നത്. ആ ഒരു അകൽച്ച, ദൈവ സാന്നിധ്യം ഇല്ലാത്ത ആ അവസ്ഥ, അതാണ് യഥാർത്ഥ തിന്മ എന്നാണ് ഈ രേഖ വാദിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രശ്നം ചിലപ്പോൾ നമ്മുടെ ജോലിയോ പണമോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമോ അല്ല. അതിനെല്ലാം പിന്നിൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു ആത്മീയ പോരാട്ടം നടക്കുന്നുണ്ട് എന്നാണോ? തീർച്ചയായും. നമ്മുടെ യുദ്ധം മനുഷ്യരോടോ സാഹചര്യങ്ങളോടോ അല്ല, മറിച്ച് നമ്മളെ മാനസികമായി തളർത്തുന്ന ചില അദൃശ്യ ശക്തികളോടാണ് എന്ന് ഈ രേഖ വ്യക്തമാക്കുന്നുണ്ട്. അതൊരു വലിയ തിരിച്ചറിവാണല്ലോ. അതെ, കാരണം നമ്മുടെ ശത്രു ആരാണെന്ന് മനസ്സിലാക്കിയാലേ പോരാട്ടത്തിന്റെ രീതി മാറ്റാൻ പറ്റൂ. അത് ശരിയാണ്. യേശു പത്രോസിനോട് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ, സാധാരണ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ, അതായത് ഒന്ന് ശക്തി പരീക്ഷിക്കാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ നിന്റെ വിശ്വാസം കുറഞ്ഞു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നും പറയുന്നുണ്ട്. ഇത് കുരിശിന് മുൻപുള്ള സംഭവമാണ്. അതെ, കുരിശിന് ശേഷം ഈ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? അതൊരു നിർണായകമായ പോയിന്റാണ്. കുരിശിന് ശേഷം ശരിക്കും പറഞ്ഞാൽ കളി ആകെ മാറി. യേശു നമ്മുടെ ഒരു അഡ്വക്കേറ്റായി മാറി, അതായത് നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരാൾ. കുരിശിനു മുൻപ് പത്രോസ് വീണുപോകാതിരിക്കാൻ യേശു പ്രാർത്ഥിച്ചു. കുരിശിന് ശേഷം നമ്മൾ വീണുപോയാൽ പോലും പിതാവിൻ്റെ അടുത്ത് അത് സാരമില്ല, ഞാൻ അതിന് പരിഹാരം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ യേശുവുണ്ട്. അതൊരു വലിയ വ്യത്യാസമാണല്ലോ. വലിയ വ്യത്യാസമാണ്. മുൻപ് വീഴാതിരിക്കാനുള്ള പ്രാർത്ഥന, ഇപ്പോഴാണെങ്കിൽ വീണാലും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരു സുരക്ഷാ വലയം, ഒരു സേഫ്റ്റി നെറ്റ് കൂടിയുണ്ട്. എന്നിട്ടും നമ്മൾ എന്തിനാണ് ഇപ്പോഴും കഷ്ടപ്പെടുന്നത്? നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിലാണ് പ്രശ്നമെന്ന് ഈ രേഖ പറയുന്നുണ്ടല്ലോ. അതെ, അവിടെയാണ് ഈ രേഖയുടെ ഹൃദയഭാഗം വരുന്നത്. പരിഹാരം നമ്മുടെ ശക്തിയിലല്ല, പിന്നെ താഴ്മയിലാണ്. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ താഴ്മ ഒരുപക്ഷെ ഒരു കുറവായിരിക്കും, ഒരു ബലഹീനത. എന്നാൽ സ്വർഗത്തിന്റെ കാഴ്ചപ്പാടിൽ താഴ്മ എന്നാൽ അതൊരു തന്ത്രപരമായ പിന്മാറ്റമാണ്. എന്നെക്കൊണ്ട് ഇതൊറ്റയ്ക്ക് പറ്റില്ല എന്ന് സമ്മതിച്ച് ആ ഭാരം മുഴുവൻ നമ്മളെക്കാൾ വലിയ ഒരു ശക്തിക്ക് കൈമാറുന്ന പ്രവൃത്തി. നമ്മുടെ ചുമരിൽ നിന്ന് ആ ഭാരമെടുത്ത് ദൈവത്തിന്റെ ചുമരിലേക്ക് വെക്കുന്നത്. അതെ, ഈ ഭാരങ്ങൾ അവന്റെ മേലിടുക എന്ന് കേൾക്കാൻ നല്ല എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിൽ ശരിക്കും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഇത് പ്രായോഗികമായി എങ്ങനെയാണ് ചെയ്യുക? നല്ല ചോദ്യമാണ്. ഇതൊരു മാനസിക ട്രിക്ക് മാത്രമല്ല, ഇതൊരു ബോധപൂർവമായ പ്രവൃത്തിയാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, പക്ഷേ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്ന്. അപ്പൊ ഇവിടെ 2 ഓപ്ഷനുകളാണുള്ളത്. അതെ, ഒന്നുകിൽ നമ്മൾ സ്വന്തം കഴിവുകളിൽ അഹങ്കരിച്ച് എല്ലാം ഞാൻ തന്നെ ശരിയാക്കാം എന്ന് വിചാരിച്ചു നിൽക്കാം. അപ്പോൾ ദൈവം പോലും നമുക്കെതിരായി നിൽക്കും.
മറിച്ച് എനിക്ക് സഹായം വേണം എന്ന് താഴ്മയോടെ സമ്മതിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ, അതായത് സഹായം, നമുക്ക് ലഭിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊരു തിരഞ്ഞെടുപ്പാണ്. കൃപ വേണോ അതോ എതിർപ്പ് വേണോ എന്നൊരു തിരഞ്ഞെടുപ്പ്. കൃത്യമായി. ശരി. അപ്പോൾ നമ്മുടെ മുന്നിലെ 2 വഴികളുണ്ട്. ഒന്നുകിൽ അഹങ്കാരത്തിൽപ്പെട്ട് കൂടുതൽ അപകടത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ താഴ്മ തിരഞ്ഞെടുക്കാം. ഈ താഴ്മ തിരഞ്ഞെടുക്കാത്തവർക്ക് എന്ത് സംഭവിക്കും? മുറിവേറ്റവർ, ശക്തർ എന്നിങ്ങനെ 2 തരം ആളുകളെക്കുറിച്ച് ഈ രേഖയിൽ പറയുന്നുണ്ടല്ലോ. അതൊരു രസകരമായ വേർതിരിവാണ്. മുറിവേറ്റവനെന്ന് പറയുന്നത് ജീവിതത്തിലെ തിരിച്ചടികൾ കാരണം സ്വയം ഉൾവലിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുന്നയാളാണ്. ഓക്കെ. അയാൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങളെ പുച്ഛിക്കും, ദേഷ്യപ്പെടും. ഈ ഒറ്റപ്പെടൽ അവരെ എളുപ്പത്തിൽ ശത്രുവിന്റെ ലക്ഷ്യമാക്കി മാറ്റുന്നു. പിന്നെ ശക്തരോ? ശക്തർ മറ്റേ അറ്റത്താണ്. അവർ സ്വന്തം കഴിവിലും പണത്തിലും ബുദ്ധിയിലും അമിതമായി വിശ്വസിക്കുന്നവരാണ്. എനിക്കിതൊക്കെ നിസ്സാരം എന്നൊരു ഭാവം. അഹങ്കാരം. അതെ, അഹങ്കാരം. നാശത്തിന് തൊട്ടു മുൻപാണ് ഈ അഹങ്കാരം വരുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 കൂട്ടരും, ഒറ്റപ്പെടുന്നവനും അഹങ്കരിക്കുന്നവനും, അപകടത്തിലാണ്. ഈ ഒറ്റപ്പെടലിന്റെ അപകടം അത് വലുതാണ്. പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു നടക്കുന്നു എന്നൊരു മുന്നറിയിപ്പുണ്ടല്ലോ. സിംഹം എപ്പോഴും കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ഇരയെയാണല്ലോ ലക്ഷ്യം വെക്കുന്നത്. കൃത്യമായി. അതുകൊണ്ടാണ് ഒറ്റപ്പെടരുത് എന്ന ഈ രേഖ വീണ്ടും വീണ്ടും പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ലോകമെമ്പാടുമുള്ള നിങ്ങളുടെ സഹോദരങ്ങൾക്കും ഇതേപോലുള്ള കഷ്ടപ്പാടുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കുക എന്ന്. ആ ഒരു കമ്മ്യൂണിറ്റി. അതെ, ആ ഒരു കൂട്ടായ്മയുടെ ബോധം വളരെ പ്രധാനമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാനും പരസ്പരം താങ്ങാകാനും ആളുകളുണ്ടെന്ന ചിന്ത തന്നെ പകുതി ആശ്വാസമാണ്. ശരിയാണ്. അപ്പോ പ്രശ്നം തിരിച്ചറിഞ്ഞു, അതിനുള്ള പരിഹാരം താഴ്മയാണെന്ന് മനസ്സിലാക്കി, അപകടങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതൊക്കെ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? അതെ, അതിനുള്ള വഴികൾ ഈ രേഖ നൽകുന്നുണ്ടോ? തീർച്ചയായും. ഇതൊരു വെറും തിയറി മാത്രമല്ല. ഇതിനെ ഒരു ജീവിത രീതിയാക്കി മാറ്റാൻ 4 കാര്യങ്ങൾ ഈ രേഖ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്കതിനെ ഒരു ചക്രം പോലെ കാണാം. ഓക്കെ. 1. ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കാതിരിക്കുക. പകരം എന്താവശ്യമുണ്ടെങ്കിലും അത് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് പറയുക. വെറുതെ പറയുകയല്ല, നന്ദിയോടെ പറയുക. നന്ദിയോടെ. 2. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുക. സത്യവും നല്ലതും മനോഹരവുമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ ബോധപൂർവം ശ്രമിക്കുക. നെഗറ്റീവ് ചിന്തകൾക്ക് അവിടെ ഇടം കൊടുക്കരുത്. 3. നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മുൻപിൽ താഴ്മയോടെ നിൽക്കുക. നമ്മുടെ ഭാരങ്ങളെല്ലാം പൂർണ്ണമായി അങ്ങേ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതൊരു ഒറ്റത്തവണ ചെയ്യുന്ന കാര്യമല്ല. ഇതൊരു പ്രോസസ്സാണ്. അതെ, എല്ലാ ദിവസവും എല്ലാ നിമിഷവും ചെയ്യേണ്ട ഒന്നാണ്. 4. ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ള കാര്യം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി കരുതുന്നു എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക. ആഹാ, അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് സിസ്റ്റം ആണല്ലേ, വെറും ഒരു ടു ഡു ലിസ്റ്റ് അല്ല. ഉത്കണ്ഠ വരുമ്പോൾ പ്രാർത്ഥനയിലൂടെ അത് ദൈവത്തിന് സമർപ്പിക്കുന്നു. അതെ. അതോടൊപ്പം നമ്മുടെ ചിന്തകളെ ബോധപൂർവം നല്ല കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു. ഈ പ്രവൃത്തി താഴ്മയുടെ ഭാഗമാണ്. ആ താഴ്മയാണ് ദൈവത്തിൽ നിന്നുള്ള സമാധാനം അനുഭവിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അതെ, ആ സമാധാനത്തെക്കുറിച്ച് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എന്നാണ്. അതിനെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം: നമ്മുടെ യുക്തിക്കും ചിന്തകൾക്കും അപ്പുറത്തുള്ള ഒരു സമാധാനം. എന്തുകൊണ്ട് സമാധാനമായിരിക്കുന്നു എന്ന് നമുക്ക് പോലും വിശദീകരിക്കാൻ കഴിയാത്ത ഒരു തരം ശാന്തത. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തനിയെ അപ്രത്യക്ഷമാകും എന്ന് പറയുന്നത് പോലെ ഉണ്ടെങ്കിൽ ഉത്കണ്ഠയുടെയും വിഷാദത്തിന്റെയും ഇരുട്ടിന് അവിടെ സ്ഥാനമുണ്ടാകില്ല. വളരെ വ്യക്തമായി. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ നേരിടാൻ നമ്മൾ കൂടുതൽ ശക്തരാകാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. അല്ല, മറിച്ച് നമ്മുടെ പരിമിതികളെ അംഗീകരിച്ച് ആ ഭാരങ്ങൾ നമ്മളെക്കാൾ വലിയൊരു ശക്തിക്ക് പൂർണ്ണമായി കൈമാറുകയാണ് വേണ്ടത്. അതൊരു തോൽവിയല്ല. അല്ല, അതൊരു ബുദ്ധിപരമായ തീരുമാനമാണ്. താഴ്മയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു പ്രവൃത്തി. കൃത്യമാണ്. അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാനായി ഒരു ചോദ്യം തരാം. തീർച്ചയായും. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ യഹോവയ്ക്കായി ക്ഷമയോടെ കാത്തിരുന്നു, അവൻ എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റിയെന്ന്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തതുപോലെ ഭാരങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത വിശ്വാസത്തോടെയുള്ള ഒരു സജീവമായ കാത്തിരിപ്പാണോ അത്? ആ കാത്തിരിപ്പ് നിങ്ങളുടെ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ എങ്ങനെ മാറ്റിയേക്കാം?